അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ UDF ഒരു സീറ്റിൽ ഒതുങ്ങും. ബാക്കി എല്ലാ സീറ്റുകളിലും ഇടതുമുന്നണിക്ക് വിജയ സാധ്യത. കത്തോലിക്ക സഭ, NSS, ഈഴവ സമുദായ പിന്തുണയും ഇടതുപക്ഷത്തിന് തന്നെ. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളിൽ UDF MLA-മാരുള്ളത് പുതുപ്പള്ളി, കോട്ടയം, പാല, കടുത്തുരുത്തി എന്നിവിടങ്ങളിൽ മാത്രമാണ്. ഇവയിൽ പുതുപ്പള്ളി ഒഴികെയുള്ള എല്ലാ സീറ്റുകളും UDF-ന് നഷ്ടമാകും. കോട്ടയം മണ്ഡലത്തിലെ നിലവിലുള്ള MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തികഞ്ഞ പരാജയമാണെന്നാണ് വിലയിരുത്തൽ. നേരത്തെ ഉമ്മൻചാണ്ടി പക്ഷമായിരുന്ന തിരുവഞ്ചൂർ അടുത്ത കാലത്താണ് VD സതീശനുമായി അടുത്തത്. ചാണ്ടി ഉമ്മൻ ഷാഫി പക്ഷത്തിന്റെ സൈബർ ആക്രമണത്തിന് വിധേയനായപ്പോൾ തിരുവഞ്ചൂർ ചാണ്ടി ഉമ്മനെ പിന്തുണച്ചില്ല. മാത്രമല്ല, മണ്ഡലത്തിൽ സജീവമല്ല എന്നതും തിരുവഞ്ചൂരിന്റെ ജനപ്രീതിയിൽ ഇടിവ് വരുത്തിയിട്ടുണ്ട്. CPM ആവട്ടെ സീനിയർ നേതാവ് സുരേഷ് കുറുപ്പിനെയാവും കോട്ടയത്ത് മത്സരിപ്പിക്കുക. തിരുവഞ്ചൂർ ആദ്യം കോട്ടയത്ത് മത്സരിച്ചപ്പോൾ ജയിച്ചത് കേവലം 600 വോട്ടുകൾക്കാണ്. കോട്ടയംകാരനായ സുരേഷ് കുറുപ്പ് ഇറങ്ങിയാൽ മണ്ഡലം 100% വിജയിക്കും എന്നാണ് വിലയിരുത്തൽ. അടുത്ത മണ്ഡലങ്ങൾ കടുത്തുരുത്തി, പാല എന്നിവയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ NCP-യിലെ മാണി C കാപ്പനാണ് പാലായിൽ വിജയിച്ചത്. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിയെ 16,000 വോട്ടുകൾക്കാണ് മാണി കാപ്പൻ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ പാലായിൽ CPM CPI കക്ഷികൾ മാണി വിഭാഗത്തിന് വോട്ട് ചെയ്തില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഇടതുമുന്നണിയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതും മാണി C കാപ്പന്റെ കഴിവില്ലായ്മയും മണ്ഡലത്തിൽ ചർച്ചയാണ്. അതുമാത്രമല്ല, പാലായിലെ ഒന്നാം കക്ഷിയായ കോൺഗ്രസിന് മാണി C കാപ്പനോട് താല്പര്യമില്ല എന്നതും കാരണമാണ്. ജോസഫ് വാഴക്കൻ അടുത്ത തവണ പാലായിൽ നിന്നും മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. പാലായിൽ 1 കോടി രൂപയുടെ വികസനം പോലും എത്തിക്കാൻ കാപ്പന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൂടാതെ തന്നെ പാലാ രൂപതയുടെ സപ്പോർട്ടും ഇപ്പോൾ ജോസ് കെ മാണിക്കാണ്. ജാർഖണ്ഡിലെ കന്യാസ്ത്രീമാരുടെ മോചനവുമായി ബന്ധപ്പെട്ടും മുനമ്പ വിഷയത്തിലും വനം വന്യജീവി ആക്രമണം, തെരുവുനായ ശല്യം തുടങ്ങിയ വിഷയങ്ങളിൽ ജോസ് കെ മാണിയും കേരള കോൺഗ്രസും എടുത്ത ശക്തമായ നിലപാടുകൾ സഭയെ ജോസ് കെ മാണിയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. BJP മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിൽ ഇറക്കുകയും ഇടതുമുന്നണിയുടെ മുഴുവൻ വോട്ടും ഏകീകരിക്കുകയും ചെയ്താൽ പാലായിൽ ഇടതുമുന്നണി വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ. കടുത്തുരുത്തിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. മോൻസ് ജോസഫ് 25 വർഷം മണ്ഡലത്തിൽ MLA ആയിട്ട് പൊതുജനത്തിന് കാൽപ്പണത്തിന്റെ ഉപകാരമില്ല എന്നതാണ് അവസ്ഥ. 2007-ൽ കടുത്തുരുത്തി എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെയുണ്ട് ഇപ്പോഴുമെന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിലെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ശക്തനായ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം കൊണ്ടുവരുമ്പോൾ വലിയ ഭൂരിപക്ഷം നേടി കേരള കോൺഗ്രസ് M വിജയിക്കുമെന്ന് വിലയിരുത്തുന്നു. ജോസ് കെ മാണി, സ്റ്റീഫൻ ജോർജ്, സിരേഖ് ചാഴിക്കാടൻ, തോമസ് ചാഴിക്കാടൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പുതുപ്പള്ളി മാത്രമാണ് UDF-ന് ജയസാധ്യതയുള്ള മണ്ഡലമായി വിലയിരുത്തപ്പെടുന്നത്.